ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾക്ക് കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണന്റെയും ഒരു കഥ കേട്ടാലോ? തൃശ്ശൂരിനടുത്തുള്ള കുറൂരില്ലം വാത്സല്യത്തിന്റെയും ഏകാന്തതയുടെയും മൗനം പേറി നിലനിന്നിരുന്നതാണ് അവിടെ. ഭർത്താവിന്റെ വേർപാടിനു ശേഷം കുറൂരമ്മയ്ക്ക് ചുറ്റുമുള്ള ലോകം വളരെ ചുരുങ്ങി. അവർക്ക് ഗുരുവായൂരപ്പനായിരുന്നു എല്ലാം. കുറൂരമ്മയ്ക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ ലോകനാഥനായ സർവേശ്വരനായിരുന്നില്ല, മറിച്ച് ഉണ്ണിയായി തന്റെ മുറ്റം നിറയെ ഓടിച്ചാടി കളിക്കുന്ന ഒരു കൗമാര ബാലകനായിരുന്നു. രാത്രിയും പകലും ആ ചുണ്ടുകളിൽ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന ഒരു മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ കണ്ണ, നിനക്ക് അമ്മയില്ലേ? ഈ ഏകാന്തതയിൽ നിന്റെ അമ്മയായിരിക്കാൻ എന്നെ അനുവദിക്കുമോ? ആ പ്രാർത്ഥനയുടെ ചൂട് ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ അലയടിക്കും പോലെയായിരുന്നു. ഒരു സന്ധ്യയ്ക്ക് ആ ഇല്ലത്തിന്റെ പൂമുഖത്ത് അതിമനോഹരമായ ഒരു ബാലകനെത്തി. മയിൽപ്പീലിയും ഓടക്കുഴലും ഇല്ലെങ്കിലും ആ കണ്ണുകളിലെ തേജസ്സും കുസൃതിയും കണ്ണന്റേതായിരുന്നു. അമ്മേ, എനിക്ക് വയ്യ, ഏറെ വിശക്കുന്നു എന്ന് പറഞ്ഞ് ആ ബാലൻ അടുത്തു വന്നു നിന്നപ്പോൾ കുറൂരമ്മയുടെ ഹൃദയം നിറഞ്ഞു. ഇതേ സ്വപ്നമല്ല, സത്യമാണ്. തന്റെ പ്രാർത്ഥന കേട്ട് തന്റെ വാത്സല്യം തേടി വന്ന പുത്രൻ. മോനെ, നീ എവിടുന്നാ വരുന്നത്? നിന്റെ പേരെന്താ? ബാലന്റെ മറുപടിയിൽ നിഷ്കളങ്കത മാത്രം. എനിക്ക് വീടോ പേരോ ഒന്നുമില്ല അമ്മേ. ഒരമ്മയുടെ സ്നേഹം തേടി വന്നതാ. അമ്മ ആ ബാലനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. നിന്നെ ഞാൻ എൻ്റെ ഉണ്ണിയെ എന്ന് വിളിക്കും. എൻ്റെ ഉണ്ണി വാ, എൻ്റെ കണ്ണന് ഞാൻ ആഹാരം തരാം. അന്ന് മുതൽ കുറൂരമ്മയുടെ ഇല്ലം ഉണ്ണിക്കണ്ണന്റെ കളിത്തട്ടായി മാറി. ഇല്ലത്തെ മുക്കും മൂലയും ഉണ്ണിയുടെ ചിരിയും കളിയുമായി നിറഞ്ഞു. ഒരു നാൾ കുറൂരമ്മ പ്രധാനപ്പെട്ട ഒരു പൂജയിലേക്ക് ഒരുങ്ങി. പൂജാമുറിയിലേക്ക് പോകുന്നതിന് മുൻപ് കുറൂരമ്മ ഉണ്ണിയോട് വീട് വൃത്തിയായി സൂക്ഷിക്കാൻ പറഞ്ഞു. പൂജാമുറിയുടെ പവിത്രതയും വീടിന്റെ ശാന്തതയും അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ഉണ്ണി, അമ്മ വരുമ്പോഴേക്കും നീ ഇവിടെയൊന്നും അലങ്കോലപ്പെടുത്തരുത്. കുറൂരമ്മ പോയ തക്കം നോക്കി ഉണ്ണി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴാണ് ദൂരദേശത്ത് വന്ന കുറൂരമ്മയുടെ മരുമകൻ പൂജയിൽ പങ്കെടുക്കാനെത്തിയ സാമൂതിരിക്കായി സൂക്ഷിച്ചു വെച്ച മധുര പലഹാരം അടുക്കളയിൽ കണ്ടത്. അപ്പോൾ അവിടേക്ക് കടന്നു വന്ന മരുമകൻ അടുക്കളയിൽ പലഹാരമെടുക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിയെയാണ് കണ്ടത്. മരുമകന്റെ മനസ്സ് പെട്ടെന്ന് കടുത്തു. ഇത്ര വലിയ പൂജ നടക്കുന്ന വീട്ടിൽ ഈ കുട്ടി കള്ളത്തരം കാണിക്കുന്നു. ഹേയ് കുട്ടി, നീ ഇതെന്താണ് ചെയ്യുന്നത്? നിനക്ക് താണമില്ലേ ഇത് മുഴുവൻ ഒളിച്ചു തിന്നാൻ ശ്രമിക്കുന്നത്? ഈ വീട്ടിലൊരു ചടങ്ങല്ലേ നടക്കുന്നത്? കള്ളത്തരം കാണിക്കാൻ നിനക്ക് എന്തൊരു ദുഷ്ടബുദ്ധിയാണ്? മരുമകന്റെ ശാസന കഠിനമായിരുന്നു. ആ ശാസന കേട്ട് ഉണ്ണി മുഖം കുനിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലോകം മുഴുവൻ സൃഷ്ടിച്ചവനെ ഒരു കള്ളൻ എന്ന് വിളിച്ച് ശകാരിച്ച ആ നിമിഷം ആ വാത്സല്യ രൂപത്തിന്റെ മുഖം വാടി. എന്നാൽ അവൻ അവിടെ നിന്നും പോയില്ല. അമ്മയുടെ പൂജ കഴിയാൻ അവൻ ശാന്തനായി കാത്തുനിന്നു. പൂജാ സമയമായപ്പോൾ കുറൂരമ്മ പൂജാമുറിയിൽ മന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു. ആ സമയം ക്രൂരമ്മയുടെ ഇല്ലത്തേക്ക് പൂജ നടത്താനായി വില്ലുമംഗലം സ്വാമിയാർ കടന്നു വന്നു. അദ്ദേഹം നേരെ മുറിക്ക് മുന്നിലെത്തി. പുറത്ത് മരുമകൻ ശാസിച്ചതിന്റെ ദുഃഖത്തിൽ ഉണ്ണിക്കണ്ണൻ നിശബ്ദനായി പൂമുഖത്ത് നിൽക്കുകയായിരുന്നു. അകത്ത് വില്ലുമംഗലം തന്റെ കണ്ണുകൾ അടച്ചിരുന്ന് ഗുരുവായൂരപ്പനെ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ച് ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം ഭക്തിയുടെ തേജസ്സാൽ ജ്വലിച്ചു. കണ്ണുകൾ വിടർന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭക്തിയുടെ തേജസ് നിറഞ്ഞു. അദ്ദേഹം കുറൂരമ്മയെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അമ്മേ, അവിടുത്തെ പൂജ എന്തൊരു ഭാഗ്യമാണ്. കുറൂരമ്മ തെല്ലമ്പരപ്പോട് ചോദിച്ചു, എന്താണ് സ്വാമി ഈ പരിഭ്രമം? വില്ലുമംഗലം പറഞ്ഞു, പരിഭ്രമമല്ല അമ്മേ, ഇത് എൻ്റെ ജന്മത്തിലെ മഹാഭാഗ്യമാണ്. ഞാനിവിടെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അർപ്പിച്ച പൂജാപുഷ്പങ്ങൾ എല്ലാം ഇപ്പോൾ ഇതാ ഈ ഇല്ലത്തിന്റെ ഉമ്മറത്ത് നിൽക്കുന്ന ഉണ്ണിയുടെ കാൽച്ചുവട്ടിൽ വീഴുന്നു. കുറൂരമ്മ തളർന്നുപോയി. ഉമ്മറത്ത് നിന്ന് മരുമകന്റെ കള്ളൻ എന്ന ശാസന കേട്ട് ദുഃഖിതനായി നിന്ന ഉണ്ണി സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു. കുറൂരമ്മ കരഞ്ഞുകൊണ്ട്, അയ്യോ എൻ്റെ ഉണ്ണി, അങ്ങ് അങ്ങ് എൻ്റെ മകനായി വന്ന ഭഗവാനായിരുന്നുവോ എന്ന് പറഞ്ഞ് കുറൂരമ്മ ഓടിച്ചെന്ന് ഉണ്ണിയെ ഭാര്യയെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ലോകം നിയന്ത്രിക്കുന്ന ഭഗവാൻ സ്വയം ഒരു കുട്ടിയായി വന്നത് തന്റെ ഭക്തന്റെ വാത്സല്യത്തിനായി മാത്രമായിരുന്നു. ആ വാത്സല്യം തിരിച്ചറിഞ്ഞ നിമിഷം ആ രൂപം അവിടെ തുടരേണ്ടതില്ലായിരുന്നു. കുറൂരമ്മയുടെ കൈകൾ ആകാശത്തേക്ക് നീളും മുൻപ് ഉണ്ണി ഒരു നേരിയ പുഞ്ചിരിയോടെ, അമ്മേ, എൻ്റെ സ്നേഹം ഇപ്പോഴും ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ തിളക്കത്തോടെ അന്തരീക്ഷത്തിൽ ലയിച്ചു. ആ ശൂന്യതയിലേക്ക് നോക്കി ക്രൂരമ്മയുടെ ദുഃഖം നിലവിളിയായി, മോനെ, എൻ്റെ കണ്ണാ, ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ ലാളിക്കാൻ കഴിഞ്ഞില്ലല്ലോ.
നിന്നെ ഒരു കള്ളൻ എന്ന് വിളിച്ച് ശാസിക്കുന്നതിന് ഞാൻ സാക്ഷിയാകാൻ ഇടയായല്ലോ. അമ്മയുടെ കണ്ണുനീർ നിലത്ത് വീണ് മണ്ണിൽ ലയിച്ചു. ഇല്ല മുഴുവൻ ഭക്തിയുടെയും നഷ്ടബോധത്തിന്റെയും വേദനയിൽ മുങ്ങി. താൻ നിസ്സാരമായി കണ്ട കുസൃതിക്കാരൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന് അന്ന് കുറൂരമ്മ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. വാത്സല്യ ഭക്തിയുടെ പരമമായ ആഴം തിരിച്ചറിഞ്ഞ ശ്രീ ഗുരുവായൂരപ്പൻ കുറൂരമ്മയുടെ ആ സ്നേഹത്തിന് ഇന്നും പകരം നൽകുന്നു. ഭഗവാൻ കുറൂരമ്മയ്ക്ക് വേണ്ടി ദിവസവും ഒരു നേരം നിവേദ്യം സമർപ്പിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. വാത്സല്യത്തിന്റെ ഈ അമൃതധാര എന്നും ഭക്തരുടെ കൺകളിൽ ഇറനണിയിച്ച് ഭഗവത് ഭക്തിയുടെ മധുരം വിളമ്പിക്കൊണ്ടേയിരിക്കും. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.